മക്കളെ പറഞ്ഞാൽ വിശ്വസിക്കോ? ഈ ചോദ്യം ഉറപ്പാണ്. അതേതാ ചോദ്യം എന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പരീക്ഷ, പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിന്റെ പരീക്ഷ പേപ്പർ എടുത്തു നോക്കുമ്പോൾ, ചോദ്യ പേപ്പർ എടുത്തു നോക്കുമ്പോൾ ആവർത്തിച്ച് വന്നൊരു ചോദ്യമുണ്ട്. 7ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരുപാട് തവണ ഉത്തരം എഴുതേണ്ടി വന്നൊരു ചോദ്യമാണ്. ആ ചോദ്യം ഏതാണെന്ന് നോക്കാം. വെറും 1-2 മിനിറ്റിനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തെ നിങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ് മക്കളെ. നോക്കാം. ഇതാ ഒരു കുട്ടി ഇവിടെ ഇരുന്ന് പരീക്ഷ എഴുതുന്ന ചിത്രമൊക്കെ കാണും. നിങ്ങളെ പോലെ നാളെ നിങ്ങൾ പോയിട്ട് ഇതേപോലെ എഴുതേണ്ടതാണ്. ഇതാ അഭിമുഖ ചോദ്യാവലി, അഭിമുഖം തയ്യാറാക്കുക, ചോദ്യാവലി തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അഭിമുഖ ചോദ്യാവലി. എന്താണ് അഭിമുഖ ചോദ്യാവലി എന്ന് പറയുന്നത്? നമ്മൾ ഒരാളുമായിട്ട് പോയിട്ട് ഒരു അഭിമുഖം നടത്തും. ഒരു കർഷകനെ പരിചയപ്പെടുന്നു. അദ്ദേഹവുമായി ഒരു അഭിമുഖ സംഭാഷണത്തിൽ, സംഭാഷണം എന്നാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഭിമുഖം എന്ന് പറഞ്ഞിട്ട് എന്നാ വിചാരിക്കണ്ട, സംഭാഷണം തയ്യാറാക്കുക എന്ന ചോദ്യം, അഭിമുഖ ചോദ്യാവലി. വേണം ചോദ്യം മാത്രമേ ഉണ്ടാവും. ചില സ്ഥലത്ത് സംഭാഷണം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും 2 രീതിയിൽ സംസാരിക്കേണ്ടി വരും. അപ്പോ അഭിമുഖ ചോദ്യാവലി എന്നൊരു ചോദ്യം നമുക്ക് വളരെ പ്രസക്തമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. സംഭാഷണമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ചോദ്യകർത്താവ് ഉണ്ടാവും, ഉത്തരം നൽകുന്ന ഒരാളുണ്ടാവും. ചോദിക്കുന്ന ഒരാളുണ്ടാവും, ഉത്തരം നൽകുന്ന ഒരാളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അഭിമുഖ ചോദ്യാവലിയിൽ ചോദ്യങ്ങൾ മാത്രമേ നിർമ്മിക്കേണ്ടി വരുള്ളൂ. അപ്പൊ എല്ലാവരും പോയിട്ട് ഉത്തരം കൂടെ വേണമെങ്കിൽ എഴുതി വെക്കും. അതിന്റെ ആവശ്യമില്ല. എന്താണോ നിങ്ങളുടെ ചോദ്യത്തിൽ പറയുന്നത് അത് മാത്രം ചെയ്യുക. ചോദ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ 4 ചോദ്യങ്ങൾ അല്ലെ ചോദ്യാവലി തയ്യാറാക്കുക, ചുരുങ്ങിയത് 5 എണ്ണെങ്കിലും വേണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ 4 എണ്ണെങ്കിലും വേണം. അത് എത്രയാണോ നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് അത് മാത്രം ചെയ്യുക. അത്രയേ ഉള്ളൂ. അമിതമായിട്ടൊന്നും നിങ്ങൾ എഴുതിയിട്ട് കൂടുതൽ സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ ചോദ്യത്തിനും ഒരു കൃത്യമായ സമയം ഈ പറയുന്ന ചോദ്യം ഉണ്ടാക്കുന്ന ആളുകൾ, ചോദ്യം നിർമ്മിക്കുന്ന ആളുകൾ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ സമയം നമ്മൾ അതിന് ഉപയോഗിക്കുന്നു. അല്ലാണ്ട് ഒരുപാട് സമയം ഉപയോഗിച്ചിട്ട് എഴുതണ്ട. അപ്പോ മക്കളെ ചോദ്യകർത്താവ് ആരാണോ ചോദ്യം ചോദിക്കും, ഇപ്പൊ രാമു ആണ് ചോദ്യം ചോദിക്കുന്നത്, സുഹൃത്താണ് മറുപടി പറയുന്നതെങ്കിൽ രാമു ആണ് ചോദ്യകർത്താവ്. അപ്പോ രാമു, നിനക്ക് സുഖം തന്നെയല്ലേ? ഇത് കാഷ്വൽ ആയിട്ട് പറയുന്ന സംസാരം. ഇപ്പം രാമു ഒരു കർഷകനാണ് അല്ലെങ്കിൽ സുഹൃത്ത് ഒരു കർഷകനാണെങ്കിൽ രാമു ചോദിക്കുന്നു, അങ്ങയുടെ പുതിയ ഇനം, അങ്ങ് കണ്ടെത്തിയ പുതിയ ഇനം വിത്തുകൾ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു കൃഷിയായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കൃഷി ചെയ്യുന്ന കാലയളവ്, എങ്ങനെയാണ് നമ്മുടെ മാസങ്ങളിൽ വരിക, അതില് കാലാവസ്ഥ എങ്ങനെയാണ് സ്വാധീനിക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോ സന്ദർഭത്തിനനുസരിച്ച് ആരാണോ ചോദ്യം ചോദിക്കേണ്ടത് അയാളാണ് ചോദ്യകർത്താവ്. ആരാണോ ഉത്തരം പറയേണ്ടത് അയാളാണ് ഉത്തരം പറയുന്ന ആൾ എന്ന് പറയുന്നത്. അപ്പോ ചോദ്യാവലി തയ്യാറാക്കാൻ പറഞ്ഞാൽ കൃത്യമായും എത്രയാണോ നിങ്ങളോട് പറയുന്നത്, ചോദ്യത്തിൽ പറയും 5ഓ 4ഓ അങ്ങനെയൊക്കെ പറയും, ആ പറഞ്ഞത് മാത്രം തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ മക്കളെ 4ഓ 5ഓ മാർക്കിനൊക്കെ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ചുരുങ്ങിയത് 5 ചോദ്യങ്ങളൊക്കെ നൽകാനാകും പറയുക. ചോദ്യ നിർദ്ദേശം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴും, ഇനി ഈ ചോദ്യത്തിന് മാത്രമല്ല ഏത് ചോദ്യത്തിനാണ് ചോദ്യത്തിലൊരു നിർദ്ദേശം വന്നിട്ടുണ്ടാവും, അത് വായിച്ചു നോക്കണം. ഒരു പുറത്തിൽ കവിയാതെ എഴുതുക ചിലപ്പോൾ വരുന്ന ഒന്നാണ്. അപ്പൊ ഒരു പുറത്തിൽ കവിയാതെ ഒരു പുറം എഴുതിയാൽ മതി, അല്ലെ പരമാവധി 1.5 പുറം, 2-3 പേജൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അതിലൊരു നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ, സ്ഥലവും തീയതിയും അതിലുണ്ടായിരിക്കണം. അപ്പൊ സ്ഥലവും തീയതി എന്തായാലും വേണം, അതില്ല മാർക്ക് പോകും. അപ്പൊ ചോദ്യം കൃത്യമായി വായിച്ചു നോക്കുക, കൃത്യമായി ചോദ്യം വായിച്ചു നോക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ. അപ്പോ എന്താണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്ത്, എന്താണ് അഭിമുഖ ചോദ്യാവലി, എങ്ങനെ ചോദ്യാവലി തയ്യാറാക്കാം, എങ്ങനെ അഭിമുഖം തയ്യാറാക്കാം. അഭിമുഖം തയ്യാറാക്കിയാണെങ്കിൽ അതിന് ചോദ്യകർത്താവും ഉത്തരം പറയുന്ന ഒരാളുണ്ടാവും. ഇനി അതല്ല, ചോദ്യാവലി മാത്രം കാരണം ചോദ്യകർത്താവ് മാത്രമേ, ചോദ്യം ചോദിക്കുന്ന ആൾ മാത്രമേ ഉണ്ടാവൂ. അത് നിങ്ങൾ എത്രയാണോ അതിൽ പറയുന്നത് അതിനനുസരിച്ച് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ മക്കളെ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പലപ്പോഴും ആവർത്തിച്ച് വന്നിട്ടുള്ള, ഇനി കേരള പാഠാവലിയിലും അടിസ്ഥാന പാഠാവലിയിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതുകൊണ്ടാണ് പ്രത്യേകം ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ മക്കളെ, ഇത് മിസ്സാക്കല്ലേ. കൃത്യമായി നിങ്ങൾ പഠിക്കുക, അതിഗംഭീരമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പരീക്ഷ അതിഗംഭീരമായി നിങ്ങൾ എഴുതുക. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ലൈവിലും മറ്റു കാര്യങ്ങളിലൊക്കെയായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. മക്കളെ, പരീക്ഷ ഗംഭീരമായി എഴുതാൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാ മക്കൾക്കും നല്ലൊരു പരീക്ഷ ആശംസിക്കുന്നു.